നേരത്തെ ഹമാസുമായുള്ള സംഘർഷത്തിൽ ഒന്നിനു പുറകെ ഒന്നായി ഹമാസിൻ്റെ തലവന്മാരെ ഇസ്രായേൽ വധിക്കുന്ന കാഴ്ച ലോകം കണ്ടു. 2023 ഒക്ടോബർ 7-ന് ഇസ്രായേൽ ആക്രമിച്ച് നിരവധി ഇസ്രായേലി പൗരന്മാരെ വധിക്കുകയും അവരെ ബന്ദികളാക്കി, സ്ത്രീകളെയും കുട്ടികളെയും ബന്ദികളാക്കി കൊണ്ടുപോവുകയും ചെയ്ത ഹമാസിനെ ഇസ്രായേൽ ചുട്ട മറുപടിയാണ് കൊടുത്തത്. സമാനമായിട്ടാണ് ഇറാനിലും നടക്കുന്നത്. ഇറാൻ്റെ സൈനിക മേധാവിമാരെ ഒന്നൊന്നായി വധിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഹമാസിന് കൊടുത്ത അതേ നാണയത്തിൽ തന്നെയാണോ ഇസ്രായേൽ ഇറാനും മറുപടി കൊടുക്കുന്നത്? ഈ ഹമാസ്, ഹൂത്തികൾ അല്ലേ, നമ്മളിവരെ കുറിച്ചൊക്കെ മുമ്പും പറഞ്ഞിട്ടുള്ള ഹിസ്ബുള്ള ഇവരെല്ലാം ഇളക്കി വിട്ടുകൊണ്ടിരുന്നത് ആരായിരുന്നു? ഇറാനാണ്. ഇറാൻ തന്നെയാണ്. അതാണ് ഈ നേരത്തെ ഇവർ 9 മാസത്തിന് മുമ്പ് ഇതിൻ്റെ തയ്യാറെടുപ്പ് നടത്തുകയായിരുന്നു ഇസ്രായേൽ. 9 മാസം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഹമാസുമായിട്ട് പോർമുഖം തുറന്നതിന് ശേഷമുള്ള ഹമാസിനെയും ഹിസ്ബുള്ളയെയും ഒക്കെ നിരപ്പാക്കിയിട്ടാണ് ഇറാനിലേക്ക് കടന്നത്. വളരെ കൃത്യമായിട്ടാണ് അതിൻ്റെ ഓർഡർ. ശരിക്കും പറഞ്ഞാൽ 2024 ഒക്ടോബർ അവസാനം നെതന്യാഹു പ്രഖ്യാപിച്ചു, ഇറാൻ്റെ പുരോഹിത ഭരണകൂടത്തെ ഞങ്ങൾ ഇല്ലായ്മ ചെയ്യും, ഞങ്ങൾക്ക് ഇറാൻ പൗരന്മാരോട് വിരോധമൊന്നുമില്ല, പക്ഷേ ഇറാനിലെ ഈ ഭരണകൂടത്തെ ഞങ്ങൾ അവിടുന്ന് തൂത്തെറിയും എന്ന് നെതന്യാഹു പറഞ്ഞിരുന്നു. 2 കാരണങ്ങളാണ് അവരുടെ മേലിപ്പോൾ നിർത്തിയിരിക്കുന്നത്. ഒന്ന്, ഈ പറഞ്ഞതുപോലെ ഒരു മതഭീകരത. 2, ഈ ആണവായുധം. ഇത് 2 കാര്യങ്ങളിലാണ് അവരോടിപ്പോൾ ഒരു വലിയ യുദ്ധം തന്നെ പ്രഖ്യാപിച്ച് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ട്രംപ് ഇടപെട്ടിരിക്കുകയാണ്. ട്രംപ് ഇപ്പോൾ G7 ഉച്ചകോടിയിൽ പങ്കെടുത്ത് അവിടെ നിന്ന് ഉടനെ മടങ്ങി. അപ്പോൾ അവിടെ നിന്ന് മടങ്ങിയിരിക്കുന്ന സ്ഥിതിയിൽ എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പം അതെ സാർ, ട്രംപിൻ്റെ ഇതിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ഇസ്രയേൽ ഏറ്റവും ഒടുവിൽ ഈ ഇറാന്റെ യുദ്ധ കമാൻഡറിനെ വധിച്ചിരിക്കുന്നു. അലി ഷത്മാനി എന്നാണ് അയാളുടെ പേര്. അയാൾ നിസ്സാരക്കാരനല്ല. അയാൾ ഈ ആയത്തുള്ള അലി ഖമനേയിയുടെ ഏറ്റവും വിശ്വസ്ത അനുയായിയും ഈ കാര്യങ്ങളിൽ ഇസ്രയേലുമായിട്ടുള്ള സംഘർഷത്തിൽ ഖമനേയിയെ ഉപദേശിക്കുന്നയാളാണ്. മാത്രമല്ല, ഈ ഇസ്രയേലിനെതിരായ ആക്രമണങ്ങളെ ഏകോപിപ്പിക്കുന്ന ആളായിരുന്നു. നേരത്തെ അവിടെ അവരുടെ മേജർ ജനറൽ ഖോലം അലി റാഷിദ് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. അങ്ങനെ അദ്ദേഹം കൊല്ലപ്പെട്ട ഉടനെയാണ് ഈ അലി ഷത്മാനിയെ ഇവർ നിയോഗിച്ചത്. അലി ഷത്മാനി ആ സ്ഥാനം ഏറ്റെടുത്തിട്ട് വെറും 4 ദിവസമേ ആയുള്ളൂ. അപ്പോഴാണ് ഈ ആക്രമണം വരുന്നതും അലി ഷത്മാനി കൊല്ലപ്പെടുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഹമാസിനോട് സ്വീകരിച്ച അതേ നയം തന്നെയാണോ ഇസ്രായേൽ ഇറാനോടും സ്വീകരിക്കുന്നത്? ഇതിന്റെ ഹമാസിന്റെ നേതാക്കന്മാരെ എങ്ങനെയാ വധിച്ചത്? ഒന്നായിട്ട് അവരെപ്പോഴും അടുത്ത നിര തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ചാവേറല്ലേ, ഇവർക്ക് മുകളിൽ ആകാശം, താഴെ ഭൂമിയാണ്. അപ്പോൾ ഉടൻ മുകളിലുള്ളതിനെ നിരപ്പാക്കി കഴിയുമ്പോൾ അടുത്ത നിര മുളച്ച് പൊന്തിക്കഴിഞ്ഞിരിക്കുന്നു. അത്തരത്തിലാണ് അവരെ ട്രെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ തീർത്തു വരികയാണ് ചെയ്തത്. ഇപ്പോൾ ഇവിടെ തന്നെ ഇറാനിലേക്ക് ഇസ്രായേൽ അറ്റാക്ക് നടത്തിയപ്പോൾ ആദ്യം പോയത് ഈ ആണവ ശാസ്ത്രജ്ഞന്മാരെ ഒക്കെ തന്നെ തീർത്തു. 14 പേരെയാണ് തീർത്തു. അപ്പോൾ പ്രഭവ കേന്ദ്രത്തിലേക്കാണ് ഇസ്രായേൽ, ഉറവിടത്തിലേക്കാണ് ആക്രമണം. അപ്പോൾ ഉറവിടം തകർത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് തീർക്കാൻ എളുപ്പമാണെന്നുള്ളതാണ് ഇസ്രായേൽ കണ്ടെത്തിയത്. അതനുസരിച്ചാണ് അവരെയെല്ലാം തീർത്തു. പിന്നെ അത് കഴിഞ്ഞ് യുദ്ധ കമാൻഡറിലേക്ക് വന്നു കഴിഞ്ഞത്. അപ്പോൾ പിന്നെ പലതരത്തിൽ യുദ്ധത്തിൻ്റെ കാര്യങ്ങൾ തന്നെ, ഗതി തന്നെ അവർക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ടെന്നുള്ളതാണ്. എന്തായാലും ഈ പറഞ്ഞതുപോലെ അലി ഷത്മാനിയുടെ മരണം അത് ഇറാന് കനത്ത അടിയായിരിക്കുകയാണ്. കാരണം ഒന്നിനു പുറകെ ഒന്നായിട്ട് ഈ സൈനിക തലപ്പത്തേക്ക് വരുന്നവരെല്ലാം കൊല്ലപ്പെടുന്നു, കമാൻഡർമാർ കൊല്ലപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇനി ആ സ്ഥാനം ഏറ്റെടുക്കാനായിട്ട് പിന്നാലെ വരുന്നവർ തയ്യാറാകുന്നില്ല എന്നൊരു വാർത്തയും പുറത്തു വരുന്നുണ്ട്.
ഹമാസിന്റെ കാര്യം പേടിയുള്ളത് കൊണ്ടാണ്. അല്ലെ, ഹമാസിന്റെ കാര്യം ഓർമ്മയുണ്ടോ? ഹമാസും ഹിസ്ബുള്ള ആയാലും അവസാന നിരയിൽ വന്നവരുടെ പേര് പുറത്തു വിട്ടില്ല, ആരാണെന്ന് അറിയാതെ. അതെ അതെ അതെ, ഈ ഹമാസിന്റെ അടുത്ത ഒരു നേതാവിനെ അവർ നിയോഗിച്ചു, പക്ഷെ ആരാണെന്ന് പുറത്തു വിട്ടില്ല. അതുപോലെ ഇപ്പൊ നോക്കിക്കോണേ, ഈ ഖമനായി ഇപ്പോൾ ഒറ്റപ്പെടുകയാണ്, എല്ലാവരെയും ഇസ്രായേൽ തീർത്ത് വരികയാണ്. അങ്ങനെ തീർത്ത് വരുമ്പോൾ ഇദ്ദേഹം ബങ്കറിനുള്ളിൽ അകപ്പെട്ടിരിക്കുകയാണ്, അതായത് പോയിരിക്കുകയാണ് സകുടുംബം. ഈ ഒരു വലിയ മേധാവിത്വമാണ് ഈ ഖമനായിക്കുള്ളത്, മറുവാക്കില്ലാത്ത തരത്തിലുള്ള. ഇപ്പൊ ഉപദേഷ്ടാക്കളിൽ പലരെയും ഒക്കെ അങ്ങ് നഷ്ടപ്പെട്ടു പോയി. അങ്ങനെയുള്ള ഇദ്ദേഹത്തിനെ തീർക്കാൻ തന്നെയാണ് ഇദ്ദേഹത്തിന്റെ കവചങ്ങൾ ആദ്യം തീർത്തു പോകുന്നത്. ഈ പത്മവ്യൂഹമാണ് ഇതിനകം. അതെ, അതുപോലെ തന്നെയാണ്. അപ്പൊ ഇത് ഭേദിച്ചകത്ത് കടക്കുകയാണ് ഇപ്പൊ ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ പത്മവ്യൂഹത്തിനകത്തു നിന്ന് തിരിച്ച് ഇസ്രായേലിന് ഇറങ്ങാനും അറിയാം. അപ്പോൾ വളരെ പ്ലാനിങ്ങോടുകൂടിയുള്ള ഒരു, ഇത് ജൂതന്മാരുടെ തലയാണല്ലോ. അതുകൊണ്ട് ഈ മഹാഭാരതത്തിൽ തന്നെ കഥയിൽ കേൾക്കുന്നത് പത്മവ്യൂഹം ഭേദിക്കാൻ അർജുനൻ, കൃഷ്ണൻ, അതുപോലെ കർണൻ, അശ്വത്ഥാമാവ് തുടങ്ങിയ മഹാരഥന്മാർക്ക് മാത്രമേ അറിയുള്ളൂ എന്നാണ്. അഭിമന്യു എല്ലാം പഠിച്ചില്ല. അത് ഈ ഭേദിക്കാൻ പഠിച്ചു, പോയിട്ട് തിരിച്ചിറങ്ങാൻ പഠിച്ചില്ല. അത് കൃഷ്ണൻ ചെയ്ത ഒരു ചതിയാണത്. അപ്പൊ ഈ തരത്തിൽ ഇപ്പം തന്നെ മൊസാദിന്റെ ആസ്ഥാനവും ഇറാനിൽ തകർത്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ഈ പല പ്രധാനപ്പെട്ട മൊസാദിന്റെ ആസ്ഥാനം ഇറാൻ തകർത്തു എന്ന് പറയുന്ന വാർത്ത വിശ്വസനീയമല്ല എന്ന റിപ്പോർട്ടുമുണ്ട്. കാരണം ഈ ടെൽ അവീവില് 2 മിസൈലുകൾ പതിച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് മൊസാദിന്റെ ആസ്ഥാനത്താണ് പതിച്ചതെന്ന് ഇറാൻ അവകാശപ്പെടുന്നു. പക്ഷേ ഇസ്രയേൽ അതിനെ സംബന്ധിച്ച് ഒരു വിവരവും പുറത്തുവിട്ടിട്ടില്ല. എന്ന് മാത്രമല്ല, ഇന്നിപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ വെച്ച് നോക്കിയാൽ ഈ ഇസ്രയേലിന് കനത്ത നാശനഷ്ടം ഉണ്ടാക്കി എന്ന് മലയാള മാധ്യമങ്ങൾ പറയുന്നത് ലോകത്ത് മറ്റൊരു മാധ്യമങ്ങളും പറയുന്നില്ല. നമ്മുടെ ഇന്ത്യയിലെ തന്നെ നാഷണൽ മീഡിയ അതിനെക്കുറിച്ചൊന്നും മിണ്ടുന്നില്ല. അതുപോലെ ഇൻ്റർനാഷണൽ മീഡിയ ഈ ഇത്രയും വലിയ നാശനഷ്ടം ഇസ്രയേലിനുണ്ടായെങ്കിൽ അതവർ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. റോയിട്ടേഴ്സ് പോലെയുള്ള ഏജൻസികൾ അത് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. പക്ഷെ അവരാരും റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഇസ്രയേലിലേക്ക് ഇറാൻ്റെ മിസൈലുകൾ വന്ന് പതിച്ചിട്ടുണ്ട്, അവിടെ ആൾനാശം ഉണ്ടായിട്ടുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ ഇവർ പറയുന്നത് പോലെ ഇപ്പോൾ ഇന്ന് ദേശാഭിമാനിയുടെ ഹെഡിങ് മൊസാദ് വിറച്ചു എന്നാണ്. എന്തൊരു പോഴത്തരമാണ് പറയുന്നത്. ഈ പിന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു, അവിടെ കുറച്ച് വോട്ട് കിട്ടണം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഈ പത്രപ്രവർത്തനത്തെ ഇത്തരത്തിൽ കൊണ്ട് ഇങ്ങനെ ഒരു അതിൻ്റെ ഏറ്റവും ജീർണിച്ച മുഖമാണ് അവിടെ കാണുന്നത് നമ്മൾ. അതുപോലെ തന്നെ മീഡിയ വണ്ണ് കൊടുക്കുന്ന വാർത്തകളൊക്കെ നെതന്യാഹുവിനെ കാണാനില്ല, നെതന്യാഹു മുങ്ങി, ഗ്രീസിലേക്ക് ഒളിച്ചുപോയി, ബങ്കറിൽ ഒളിച്ചു എന്നൊക്കെയാണ് പറഞ്ഞ് നാവ് വായിലേക്ക് ഇട്ടില്ല. അതിനു മുമ്പേ നെതന്യാഹു ഈ ബാത്ഹാം, അതായത് ഇസ്രായേലിൽ ഇറാൻ്റെ മിസൈല് പതിച്ച സ്ഥലം ബാത്ഹാം എന്ന് പറയുന്ന ആ പ്രദേശം നേരിട്ട് സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വരുന്നു. അപ്പോൾ മലയാള മാധ്യമങ്ങൾക്ക് എവിടെയൊക്കെയോ കാര്യമായി പിഴച്ചിട്ടുണ്ട്. വളരെ ഏകപക്ഷീയമായിട്ടാണ് ഈ ഇസ്രായേൽ ഇറാൻ സംഘർഷത്തെ അവർ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഇറാന് കനത്ത ആൾനാശവും അതുപോലെ തന്നെ അവിടുത്തെ മറ്റ് അടിസ്ഥാന സൗകര്യ വികസനങ്ങളെ നശിപ്പിക്കുന്നു, അടിസ്ഥാന സൗകര്യങ്ങളെ ഇല്ലാതാക്കുന്നു, കുടിവെള്ളം, അതുപോലെ തന്നെ വൈദ്യുതി, അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ ഗതാഗതം, റോഡുകൾ ഒക്കെ തകർക്കുന്നതായിട്ടാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത്. പക്ഷെ ഇപ്പോൾ ഇനി ഒരു ചോദ്യം ഇവിടെ അവശേഷിക്കുന്നത്, ഈ 86 വയസ്സുള്ള ഈ ഖമനായി, ഈ അദ്ദേഹത്തിൻ്റെ ഉപദേഷ്ടാക്കളും ആണവശാസ്ത്രജ്ഞന്മാരും എല്ലാവരും തന്നെ ഒക്കെ വിട്ടുപോയി. ഇദ്ദേഹം എങ്ങനെ ഇനി രാജ്യത്തെ മുമ്പോട്ട് കൊണ്ടുപോകും? കഴിഞ്ഞ ദിവസം വെടിനിർത്തലിന് വേണ്ടി ഒരു വലിയ വായിൽ നിലവിളി ആരംഭിച്ചത് ഇറാൻ. ട്രംപ് പറഞ്ഞിട്ടുണ്ട്, വെടിനിർത്തൽ എന്ന് പറയുന്ന ഒന്നില്ല, പര്യവസാനമാണ് വേണ്ടതെന്ന്. വെച്ചാൽ നിങ്ങളെ തീർക്കും എന്നുള്ളത്. അപ്പോൾ ഇത് എങ്ങനെ ഖമനായി മുമ്പോട്ട് കൊണ്ടുപോകുമെന്നുള്ളത് ഇങ്ങനെ ഒരാശങ്കയിൽ നിൽക്കുന്നുണ്ട്.